വിൻ്റർ സീസൺ ആയതുകൊണ്ട് കുവൈറ്റിൻ്റെ പല ഭാഗങ്ങളിലും ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതിൽ ശ്രദ്ധേയമായ ഒന്നാണ് കെയലാൻഡ്. സാൽമിയ ബീച്ചിനോട് ചേർന്നുള്ള കെയലാൻഡ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടമാണ്. മനോഹരമായ ലൈറ്റുകൾ കൊണ്ടും ഗൾഫ് കപ്പ് നടക്കുന്നത് കൊണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ ഫ്ലാഗും അണിയിച്ചൊരുക്കിയാണ് എൻട്രൻസ് ഒരുക്കിയിരിക്കുന്നത്. വലതുഭാഗത്ത് ഫുഡ് കോർട്ടും ഇടതുഭാഗത്ത് കുട്ടികൾക്കായി ഫൺ ഗെയിമുമാണ് ഒരുക്കിയിരിക്കുന്നത്. സമയം 6 മണിയാകാൻ പോകുന്നതേ ഉള്ളൂ. ഒരുപാട് ഇരുട്ടിയതുപോലെ കടലൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇവിടെ ഉച്ചയ്ക്ക് മനോഹരമായ പട്ടങ്ങൾ പറത്തുന്നുണ്ട്. ഒട്ടകത്തിനെ കാണുമ്പോൾ നമ്മളെ സലീം കുമാറേട്ടനാണ് ഓർമ്മ വരുന്നത്. ഒട്ടകം നമ്മുടെ ദേശീയ പക്ഷിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് സലീം കുമാറേട്ടൻ. ബീച്ചിൽ സവാരി നടത്തുവാൻ ഒട്ടകം, കഴുത, കുതിര എല്ലാം ഇവിടെ റെഡിയാണ്. സെപ്പറേറ്റ് ക്യാഷാണ്. ഒരുപാട് പേർ അതിൽ സവാരി ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകത്തിനെ കാണുന്നത്. ആഹാ, പിന്നെ ഇവിടെതാ കഴുതകൾ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കഴുതനെ കാണുന്നത്. നിഷാദ് കുവൈറ്റിൽ വന്നതിന് ശേഷം ഒട്ടകത്തിനെയും കഴുതയും കുതിരേനെയൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അറബികൾ കാവ, ചായ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. തണുത്തു വിറച്ച കടൽപ്പുറത്തൂടെ മനോഹരമായ ലൈറ്റുകൾക്കിടയിലൂടെ സഞ്ചരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. ഈ ഭാഗത്ത് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ സ്വദേശികളും വിദേശികളും ഒരുപാടുണ്ട്. ഇതിനെ ചുറ്റി ഒരുപാട് റെസ്റ്റോറൻറ്റുകളുണ്ട്. ഈ പുറത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചാണ് അവർ ഫുഡ് കഴിക്കുന്നത്. ഇവിടെ എൻട്രൻസ് ഫീസ് ഇല്ല. ഗെയിമുകൾക്ക് സെപ്പറേറ്റ് പ്രൈസാണ്. കെയലാൻഡിനോട് ചേർന്ന് കെ മാർക്കറ്റ് ഉണ്ട്. ഇനി നമുക്കതൊന്ന് കണ്ടാലോ.